അതായത് വളവ്, വഞ്ചന, ചതി, പറ്റിപ്പ്, ഇങ്ങനെയുള്ള ഓരോ കുടില സൂത്രങ്ങളൊക്കെ എല്ലാം റെക്ടിഫൈ ചെയ്യണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കവിടെ നഷ്ടവും ലാഭവും നോക്കരുത്. ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. പിടികിട്ടുന്നുണ്ടോ? ദൈവമാണ് ഏറ്റവും വലിയ ലാഭം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തെ കണക്കാക്കേണ്ടത് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ രൂപയുടെ ലാഭവും എടുത്തിട്ട് അത് നഷ്ടമെടുത്തിട്ട് അത് വലിയ നഷ്ടമാണ് നിങ്ങൾ കൊട്ടിക്കോഷിച്ച് മോന്തം കയറ്റിയിരിക്കരുത്. മറിച്ച് എന്താണ്, ദൈവത്തെ കിട്ടാൻ വേണ്ടി കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. ചിലപ്പോൾ ക്ഷമയായിരിക്കും, ചിലപ്പോൾ നന്മയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് അനപേക്ഷണീയമായിട്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കുന്നതാണ്. അത് അങ്ങേര് പശ്ചാത്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനമാണ് നൽകിയത് യോഹന്നാൻ മാന്താന. അപ്പോൾ ഈശോ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്ഥാനം നൽകി. പക്ഷേ ആ പരിശുദ്ധാത്മാവിന് ജ്ഞാനസ്ഥാനം നൽകിയപ്പോഴേ കർത്താവ് കുന്നും മലയും നിരപ്പാക്കണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ,